നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. തുടർച്ചയായി 2 ദിവസത്തെ നേട്ടത്തിന് ശേഷം ഇന്നലെ നമ്മുടെ മാർക്കറ്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് രേഖപ്പെടുത്തിയത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 348.45 കോടി രൂപയുടെ ബൈ നടത്തിയപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 11,104.66 കോടി രൂപയുടെ ബൈ നടത്തുകയുണ്ടായി. ഈ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഹ്യൂജ് ബൈയിങ് ആണ് ഒരു ഹ്യൂജ് ഫോളിൽ നിന്നും ഇന്നലെ നമ്മുടെ മാർക്കറ്റിനെ സേവ് ചെയ്യുവാൻ സഹായിച്ചത്. ഒരു കാരണവും കൂടാതെ ഇന്നലെയും ഇന്ത്യ വിക്സ് 2.83% ഉയർന്ന് 18.53 എന്ന ലെവലിലാണ് ക്ലോസ് രേഖപ്പെടുത്തിയത്. ഇത് പ്രധാനമായും ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയം യൂറോപ്പുമായി ബന്ധപ്പെട്ട് വന്നതാകാം കാരണം. അതുമായിട്ട് പുതിയ ഡെവലപ്മെന്റ്സുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് ഇന്ത്യ വിക്സ് മിക്കവാറും ഫോൾ ആകാനുള്ള ഒരു ചാൻസ് ആണ് കാണുന്നത്. നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ 24,700 എന്ന ലെവലിൽ നിഫ്റ്റി നിലനിൽക്കുന്നിടത്തോളം 25,000, 25,100, 25,200 റേഞ്ചുകളിലേക്ക് നിഫ്റ്റി റീബൗണ്ട് ചെയ്യാൻ സാധ്യതകൾ ഏറെയാണ്. ഇനി 24,700 എന്ന ലെവലിൽ നിന്നും നിഫ്റ്റി താഴേക്ക് പതിക്കുകയാണെങ്കിൽ 24,500, 24,450 എന്ന ലെവലുകളിൽ സപ്പോർട്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ ഇതൊക്കെ ഒരിക്കലും കോൺക്രീറ്റ് അല്ല എന്നുകൂടി നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യണം. നിഫ്റ്റി 9 ട്രേഡിംഗ് സെക്ഷനുള്ളിൽ 6 ട്രേഡിംഗ് സെക്ഷനിൽ 25,000 എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്യുകയുണ്ടായി. പക്ഷേ പലപ്പോഴും അത് ഹോൾഡ് ചെയ്യാൻ സാധിച്ചില്ല. തൽഫലമായി തന്നെ ഇനി നിഫ്റ്റി 25,000 എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ ആ ലെവലിൽ നിന്ന് ഒരു ഹ്യൂജ് റാലി അല്ലെങ്കിൽ അവിടെ നിന്നൊരു ഹ്യൂജ് ഫോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിൽ കോൺഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഇപ്പോൾ നിഫ്റ്റിയിൽ കാണുന്ന ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ, നിഫ്റ്റി എപ്പോഴൊക്കെ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ നിഫ്റ്റി ഫോൾ ചെയ്യുമ്പോഴൊക്കെ ബോട്ടം ലെവലിൽ നിന്ന് ഒരു ബൈയിങ് പ്രഷറും കാണാനായി നമുക്ക് സാധിക്കും. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഡൊണാൾഡ് ട്രംപ് യൂറോപ്പിനെതിരെ 50% അഡീഷണൽ താരിഫ് ഉടനടി കൊണ്ടുവരുമെന്ന തീരുമാനത്തിൽ പതുക്കെ പുറകോട്ട് പോയിട്ടുണ്ട്. തൽഫലമായി തന്നെ ഇന്നലെ US മാർക്കറ്റിൽ 2%-ലേറെ റാലി S&P 500-ഉം നാസ്ഡാക്കും റാലി രേഖപ്പെടുത്തി. ജയന്റ് സ്റ്റോക്സ് ലൈക്ക് ടെസ്ലയും NVIDIA-യൊക്കെ റാലി രേഖപ്പെടുത്തുകയുണ്ടായി. ഡോ ജോൺസ് ഫ്യൂച്ചർ ഇപ്പോൾ 2% ഉയർച്ചയിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സും ഇന്നലെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ തൽഫലമായി സാധിച്ചു. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായി സാധിക്കുന്നത്. ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റ്സും പോസിറ്റീവായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് കടക്കാം. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇൻഫോ എഡ്ജ് കമ്പനിയുടെ ലാഭം 8 മടങ്ങ് വർദ്ധിച്ച് റവന്യൂ 13% ഉയർച്ച രേഖപ്പെടുത്തി. ഐനോക്സ് ഇന്ത്യ ഇവർ ക്രയോജനിക് എക്യുപ്മെന്റ്സും ടാങ്കുകളും ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഗ്ലോബൽ ലീഡിംഗ് ബ്രൂവറീസ് ബ്രാൻഡുകളായ ഹെനിക്കന്റെയും എബിൻ ബ്രൂവറീസിന്റെ ഭാഗത്തു നിന്ന് അപ്രൂവൽ ലഭിക്കുകയുണ്ടായി. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബീവറേജ് കേജസിന്റെ നിർമ്മാണത്തിൽ. ജിയോ ഫൈനാൻസ്, ജിയോ ബ്ലാക്ക് റോക്ക് അസറ്റ് മാനേജ്മെന്റ് സെബിയുടെ ഭാഗത്തു നിന്ന് മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സിലേക്കുള്ള അപ്രൂവൽ ലഭിക്കുകയുണ്ടായി. ഒലക്ട്ര ഗ്രീൻ ടെക് മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള 10,000 കോടി രൂപ വില വരുന്ന ഓർഡറുകൾ ഇന്നലെ ക്യാൻസൽ നടത്തുകയുണ്ടായി. തൽഫലമായി തന്നെ ഇന്നലെ ഇൻട്രാഡേ ബേസിസിൽ ഒരു 14% ഇടിവ് സ്റ്റോക്കിൽ കാണുവാനായി സാധിച്ചു. വീനസ് പൈപ്സ് ആൻഡ് ട്യൂബ്സ് കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 25 കോടി രൂപയിൽ നിന്നും 23.7 കോടി രൂപയിലേക്ക് ഇടിവ് രേഖപ്പെടുത്തി. ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് പോസ്റ്റ് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 191 കോടി രൂപ രേഖപ്പെടുത്തി. ബൊറോന വേവ്സ് ഇന്നലെയായിരുന്നു കമ്പനിയുടെ
IPO ലിസ്റ്റിംഗ് 12.5% പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. അവിടെ നിന്നും വീണ്ടും ഒരു 5% റാലി സ്റ്റോക്കിൽ കാണുവാനായി സാധിച്ചു. ഇൻഡിഗോ കമ്പനിയുടെ കോ ഫൗണ്ടർ രാകേഷ് ഗംഗാവാൾ ഇന്നലെ 5.8% ഷെയറുകൾ വിറ്റൊഴിഞ്ഞു. 11,928 കോടി രൂപ വില വരുന്ന 2.26 കോടി ഷെയറുകൾ വിറ്റൊഴിയുകയുണ്ടായി. ലീല ഹോട്ടൽസ് ഇന്നാണ് IPO സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. KEC ഇന്റർനാഷണൽ കമ്പനിയുടെ ലാഭം 76% ഉയർച്ച രേഖപ്പെടുത്തി. തൽഫലമായി തന്നെ ഇന്നലെ ഒരു 8% റാലി സ്റ്റോക്കിൽ കാണുവാനായി സാധിച്ചു. ഏവർക്കും ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊള്ളുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.